ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 64-ാമത്തെ പാഠമാണ്. എങ്ങനെയാണ് പുരുഷാർത്ഥങ്ങൾ നേടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് ശാന്തിയും സന്തോഷവുമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യം വേണം. ഒന്ന് ഭക്തിയാണ്, രണ്ടാമത്തെ കർമ്മമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള പ്രേമം. ഈ ഭൂമുഖത്ത് ഒരു വസ്തുക്കളിലും ഇല്ലാത്ത അത്രയും സ്നേഹം നമുക്ക് എപ്പോൾ നമ്മളോട് തോന്നുന്നു, അത് തന്നെയാണ് ഭക്തി. ഭക്തിയുടെ കൂടെ നമ്മൾ കർമ്മം സമന്വയിപ്പിക്കണം. അതായത് രാവിലെ എണീറ്റ ഉടനെ 1 മണിക്കൂറെങ്കിലും നമ്മൾ സാധന ചെയ്യണം. ഞാൻ അന്നേ ദിവസം 4 മണിക്കൂറാണ് സാധന ചെയ്യുന്നത്. അതായത് വെളുപ്പിന് 4 മണിക്ക് എണീറ്റാൽ 8 മണി വരെ എൻ്റെ സാധന ടൈമാണ്. 8 മണിക്കാണ് ഞാൻ ഡ്യൂട്ടി കയറുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതുന്ന ഉൾപ്പെടെ എല്ലാ സാധനയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭക്തിയുടെ കൂടെ കർമ്മം കൂടെ ചേർക്കണം. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കണം. അതിനാണ് കാം കർത്തേ രഹോ ജപ് കർത്തേ രഹോ. അതായത് നമ്മൾ ജോലി എടുത്തുകൊണ്ടേ ഇരിക്കുക, ജപിച്ചുകൊണ്ടേ ഇരിക്കുക, ഭഗവാന്റെ നാമം ഉരുവിടുക. ഭഗവാന്റെ നാമം ഉരുവിടാൻ സഹസ്രകോടി നാമങ്ങൾ ഭഗവാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമം എന്ന് പറയുന്നത് നാരായണ നാമമാണ്. ഓം നമോ ഭഗവതേ വാസുദേവ, അല്ലെങ്കിൽ ഓം നമോ നാരായണ, അല്ലെങ്കിൽ ഹരിയോം, അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലി എടുക്കുക. അത് കഞ്ഞി വെക്കുക അല്ലെങ്കിൽ കറി വെക്കുകയാണെങ്കിലും വീട്ടിലിരുന്ന് എന്ത് പണി ചെയ്താലും നമുക്ക് ആ നാമം ഉച്ചരിക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഭക്തിയും കർമ്മവും കൂടെ സമന്വയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ വിഗ്രഹത്തിൽ ഒന്നുമല്ല ഭഗവാനെ കണ്ടെത്തുന്ന. വിഗ്രഹത്തിൽ ആരാധിക്കുന്നവർ മൂഢരാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. അതായത് ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം അറിയാത്ത മൂഢന്മാർ ഭഗവാനെ വിഗ്രഹത്തിൽ ആരാധിച്ച് അപമാനിക്കുമെന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 65-ാമത്തെ പാഠമാണ്. ഭക്തിയാണ് നമ്മുടെ വിഷയം. ഭക്തി കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നേടാം. അത് നേടിയത് കൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത്. ഒന്ന് ശക്തിയാണ്, രണ്ടാമത്തേത് ഭുക്തിയാണ്, മൂന്നാമത്തെ മുക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ഒരു ഭക്തൻ തന്നെയാണ്. ഈ ലോകത്തിൽ ഒരു പ്രതിബന്ധത്തിന് ഒരു ഭക്തനെ തളർത്താൻ സാധ്യമല്ല. ലോകത്തുള്ള ഒരു ശക്തിക്കും ഒരു ഭക്തനെ തോൽപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഭക്തന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ശക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഭുക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം നമുക്ക് ഭക്തിയിൽ കൂടെ സാധിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് മുക്തിയും ലഭിക്കും. നമുക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കും. അതായത് എല്ലാ രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി സുഖവും സന്തോഷവും ശാന്തി അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. ഈ 3 അവസ്ഥയിൽ കൂടെ കടന്നുപോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈശ്വരന്റെ കൃപ കൊണ്ട് എനിക്കറിയാം, ഈ ലോകത്തിൽ ഒരു ശക്തി വിചാരിച്ചാൽ എൻ്റെ മനോധൈര്യത്തെ കെടുത്താനോ തോൽപ്പിക്കാനോ സാധ്യമല്ല. കാരണം അത് ഭഗവാൻ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ്, ഭഗവാൻ ഉള്ളിലിരിക്കുന്നതുകൊണ്ട്. ആ ഒരു അനുഭവം കഴിഞ്ഞ 62 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ നേടിയെടുക്കാം. നമുക്കതുപോലെ ഭക്തിയെ ഭക്തിയോഗമാക്കി മാറണം. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർച്ചയാണ്. അതായത് ഭഗവാനും നമ്മളും കൂടെ ഒന്നാവുന്നൊരവസ്ഥയാണ് ആ യോഗം, ഭക്തിയോഗത്തിൽ കൂടെ നമ്മൾ സാധിച്ചെടുക്കുന്നത്. ഭക്തിയോഗം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കർമ്മയോഗം. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്ന് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നാരായണനെ കണ്ടെത്താൻ സാധ്യമാവുകയുള്ളൂ. അപ്പം നമുക്ക് ഭക്തിയെ ഭക്തിയോഗമാക്കാം.